അതിന് മൂടിക്കെട്ടിയിടലെന്ന് പറയും. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ തുണി കെട്ടുകയാണെങ്കിൽ ആ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും മോളെ. അച്ഛാ, ഒരു മിനിറ്റ്. അമർ വണ്ടി ഒന്ന് നിർത്തി. കിളിജോത്സ്യം ഞാനൊന്ന് നോക്കട്ടെ. വാ മോളെ വാ. അമർ വാ. വന്നാട്ടെ മീനാക്ഷി. ഈ സുന്ദരനും സുന്ദരിയും നിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോടാ, വേഗം പോയി ഇവരുടെ ചീട്ടെടുത്ത് ഇവരുടെ ഭാവി കാലം വളരെ മനോഹരവും സുന്ദരവുമാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കൂ. വാ മോനെ വാ, ഇറങ്ങി വാ മോനെ. വാ മോനെ, എന്തെങ്കിലും തന്നാലേ നീ ഇറങ്ങി വരത്തുള്ളൂ എന്നാ പറയുന്നേ. വാ മോനെ വാ, പുറത്തേക്ക് വാ. അയ്യോ സാറേ, കാശ് തരാതെ കാല് പുറത്തേക്ക് വെക്കില്ലെന്നാ പറയുന്നത് എന്റെ മീനാക്ഷി. ഉറപ്പായിട്ടും മനുഷ്യന്മാരുടെ ദുശീലങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. രാധിക എന്ന പേരിൽ ജാതകം നോക്കാൻ പറയും. വാ മകളെ, കിളിമകളെ മീനാക്ഷി, ഈ സാറ് നിനക്ക് വേണ്ടി 100 രൂപയാണ് തന്നിരിക്കുന്നത്. രാധികയ്ക്ക് ഒരു ചീട്ടെടുത്ത് ഭാവി പറയൂ. സബാഷ് മീനാക്ഷി, രാധിക മോളെ, നിനക്ക് വന്നിരിക്കുന്നത് ശ്രീരാമനാണ്. എന്ന് വെച്ചാൽ ഗുണശീലനും പരാക്രമശാലിയും ഏകപത്നി വ്രതക്കാരനും സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലൊരു ഭർത്താവ് മോൾക്ക് വരാനിരിക്കുന്നു എന്ന്. ദേവി, രാവിലെ അച്ഛൻ ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് അനുഗ്രഹിച്ചതാണല്ലോ. ചേച്ചിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി. ഉടൻ തന്നെ നല്ല വിവാഹ ജീവിതം ഉണ്ടാകട്ടെ രാധികയുടെ. അവളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരാൾ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ അവൾക്ക് ഭർത്താവായി വരണേ ദേവി. അയാൾ മോളെ അമിതമായി സ്നേഹിക്കും. മോളെ നിലത്ത് വെക്കാതെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അമർ കേൾക്കുന്നുണ്ടോ? അല്ല, എന്നെപ്പറ്റി എന്നോട് തന്നെ പറയുമ്പോ അതൊക്കെ കേൾക്കാൻ എനിക്ക് എന്തോ പോലെ രാധിക. അയ്യോ മതി മതി, നമുക്ക് പോയാലോ? മോളെ ഒരു മിനിറ്റ്. മോടെ ജാതകത്തില് ശ്രീരാമനോടൊപ്പം രാവണനും ഉള്ളതായിട്ടാ കാണുന്നത്. ഓം ശതമാനം ആദിശതായു പുരുഷസ്യേന്ദ്രിയേ പ്രതിഷ്ഠതി. ഇഷ്ടകാമ്യാർത്ഥഫലസിദ്ധിരസ്തു. എന്തോരി രാധിക? എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ ജാതകത്തിൽ രാമനോടൊപ്പം രാവണനും വന്നിരിക്കുക. നോക്ക്, നിന്റെ ലൈഫിൽ രാവണനായിട്ട് ആരെങ്കിലും വന്നു എന്ന് നീ വിചാരിച്ചോ? അവനെ അപ്പം തന്നെ കൊന്നിട്ട് രാമനായി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇനി ഒരുപക്ഷെ ഞാനല്ലാതെ മറ്റൊരു രാമൻ നിന്റെ ലൈഫിലേക്ക് കടന്നു വന്നു എന്നിരിക്കട്ടെ.
അവനെ എതിർത്ത് തോൽപ്പിച്ച് രാവണനായി നിന്നെയും കൊണ്ട് ഉറപ്പായി ഞാൻ പോയിരിക്കും. സോ നിന്റെ ലൈഫിൽ രാമനായാലും ശരി രാവണനായാലും ശരി അത് ഞാൻ തന്നെയായിരിക്കും. എങ്കി ഈ പുഴ കാണുമ്പോ നിനക്ക് എന്താ തോന്നുന്നേ? ഇവിടെ തന്നെ കൂടിയാലോന്ന് തോന്നുന്നു. പിക്നിക്ക് പോലെ വല്ലപ്പോഴും വന്ന് അങ്ങനെ തന്നെ തോന്നും മോളെ. ഹലോ, ഞങ്ങളൊന്നും അങ്ങനെ വരുന്ന ആൾക്കാരല്ല. ഞങ്ങൾ പോപ്പരി കൃഷ്ണമൂർത്തിയുടെ മക്കളാ. ഇത് ഞങ്ങളുടെ നാട് തന്നെയാ. കൃഷ്ണമൂർത്തിയുടെ മക്കളോ? നിങ്ങളുടെ അച്ഛൻ വന്നില്ലേ മക്കളെ? നാളെ വരുമെങ്കിൽ കണ്ടിട്ട് ഒരുപാട് നാളായി മോളെ, അതുകൊണ്ട് ചോദിച്ചതാ. എടുത്ത ഫോട്ടോസ് ഒക്കെ എങ്ങനെയുണ്ട്? നിന്നെ കണ്ടിട്ട് ഏറെ ആയല്ലോ. ഞാൻ നിന്നെ കാണാറില്ല, അതുകൊണ്ടാ നീയും കാണാത്തെ. അതല്ലടാ, നീ ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ അതോ പുറത്താണോ? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അവനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മക്കളെ? നിങ്ങളൊരു കാര്യം ചെയ്യാങ്ങൾ. രാവിലെ 3 മണിക്ക് അയാളുടെ വീട്ടിലേക്ക് പോയി കഥക് തട്ടിയിട്ട് നല്ല പിച്ചു കൊടുത്താ മതി. ചേച്ചി ദേ കരയെത്തി. ആ വാ, എടുത്തോ. ആ വരൂ 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 വരൂ. വാ മോളെ വാ. നമ്മളെ സുഖമായിട്ടിരിക്കുന്നല്ലേ? സുഖാണ് മാമ. സുഖായിരിക്കുന്നു മാമ. അതെ, മാമന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കല്യാണ പെണ്ണ് എങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുക. എന്നോടൊപ്പം വരാന്നാ പറഞ്ഞേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ വിഷമിച്ച് അവിടെ ഇരിക്കുക. ഇതാ മാമ, ഇത് താലിയാ.